പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ. വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. തിരുവേഗപ്പുറ പാലത്തിന്റെ തകർച്ച പരിഹരിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾക്കായി ജനുവരി 1 മുതൽ പാലം അടച്ചിടും. ഒരു മാസത്തേക്കാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള തിരുവേഗപ്പുറ പാലത്തിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 31-നാണ് വിള്ളൽ രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് പാലത്തിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരുന്നു. പിന്നീട് ഹൈവേ റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ പാലത്തിന്റെ തകർച്ച പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി 25 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ഹൈവേ റിസർച്ച് ടീമിന്റെ പരിശോധന റിപ്പോർട്ട് വരുവാനുണ്ടായ കാലതാമസം പ്രവർത്തികൾ നീളാൻ ഇടയാക്കി. റിപ്പോർട്ട് ലഭ്യമായതോടെയാണ് അറ്റകുറ്റപ്പണികൾക്കായുള്ള പ്രാരംഭ പ്രവൃത്തികൾ ഇവിടെ ആരംഭിച്ചിരുന്നത്. തുടർന്നാണ് തിങ്കളാഴ്ച തിരുവേഗപ്പുറ, ഇരുമ്പിളിയം പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. അറ്റകുറ്റപ്പണികൾ ജനുവരി 1 മുതൽ ആരംഭിക്കും. പാലം പൂർണ്ണമായും അടച്ചിട്ടാണ് പ്രവൃത്തികൾ നടത്തുക. ജനുവരി 1 അർദ്ധരാത്രി മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതം ഒരു മാസത്തേക്ക് നിരോധിക്കുവാനും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ബദൽ സംവിധാനങ്ങൾ ഒരുക്കുവാനും യാത്രക്കാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും യോഗത്തിൽ തീരുമാനമായതായി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല, ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജുല നൌഷാദ് എന്നിവർ അറിയിച്ചു. തിരുവേഗപ്പുറ പാലം അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടിട്ട് കൊടുമുടി ലില്ലീസ് ഓഡിറ്റോറിയത്തിൽ കൂടിയ മീറ്റിംഗിൽ തീരുമാനമായിട്ടുള്ളത് ജനുവരി 1-ാം തീയതി അർദ്ധരാത്രി മുതൽ ഒരു മാസത്തേക്ക് പാലം പൂർണ്ണമായി അടച്ചിടാനാണ് തീരുമാനമായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം. വളരെ നല്ല രീതിയിൽ നമുക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു മാസത്തിന് മുന്നേ പണി കഴിയുകയാണെങ്കിൽ അത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനും മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട്. പാലം അടക്കലുമായി ബന്ധപ്പെട്ടിട്ട് മീറ്റിംഗിലായിരുന്നു. പാലം അടക്കല് നിർബന്ധമായിട്ടുണ്ട്. കാരണം അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വാഹനങ്ങൾ ജർക്ക് ചെയ്യുന്നതിന് നമുക്ക് അടച്ചേ മതിയാകുള്ളൂ. ഒരു മാസമാണ് അവര് സമയം തന്നിട്ടുള്ളത്. ആ ഒരു മാസത്തിന്റെ ഉള്ളിൽ പണി തീർക്കണമെന്നാണ് യോഗം കൂടിയ തീരുമാനം. പിന്നെ മറ്റു വാഹനങ്ങൾ നടന്നു പോകുന്നവർക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്താമെന്നും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുമെന്നും വാക്ക് നൽകിയിട്ടുണ്ട്. യോഗത്തിൽ ഇരുപ്രദേശങ്ങളിലെയും യാത്രാ ദുരിതത്തെക്കുറിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചു. കൈപ്പുറം വിളയൂർ റോഡ് അടച്ചിട്ടുള്ള പ്രവൃത്തി തുടങ്ങിയതും തിരുവേഗപ്പുറയിലൂടെയുള്ള യാത്രയ്ക്ക് ഇരട്ടി ദുരിതം സൃഷ്ടിക്കുമെന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു. കൊപ്പം ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വിളയൂർ മൂർക്കനാട് പാലം വഴിയും പുലാമന്തോൾ വഴിയും പോകാനാണ് നിർദ്ദേശം. തിരിച്ചും ഈ വഴി ഉപയോഗിക്കണം. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് പുറമെ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി കേശവൻ, പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം പാലക്കാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി.ആർ. ജയരാജ്, മഞ്ചേരി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ധീരജ് കുമാർ, മറ്റു ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. ജനുവരി 1 അർദ്ധരാത്രി വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ അടച്ചിടുവാനും ഒരു മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനുമാണ് ഇപ്പോൾ എടുത്ത തീരുമാനം. അതിന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ പാലം നല്ല രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ പൊതുജനങ്ങളുടെ സഹകരണം കൂടി ഉണ്ടായാലേ നടക്കുകയുള്ളൂ. അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. കുട്ടികളുടെ സൗകര്യം പരിഗണിച്ച് പിന്നെ നമ്മൾ തിരുവേഗപ്പുറ പാലത്തിന്റെ അടുത്തുള്ള ഇല്ലീസ് ഓഡിറ്റോറിയത്തിന് സമീപം വന്ന് സ്കൂൾ ബസ്സുകൾ വന്ന് കുട്ടികളെ ഇറക്കി തിരിച്ചു പോവേണ്ടതാണ്. അതുപോലെ കൊപ്പം, പട്ടാമ്പി ഭാഗത്ത് വരുന്ന സ്കൂൾ ബസ്സുകൾ സ്കൂൾ കുട്ടികൾക്കും പിന്നെ നമ്മൾ ജംഗ്ഷനിൽ, അമ്പലനടയിലെ ജംഗ്ഷനിൽ വന്ന് കുട്ടികളെ ഇറക്കി തിരിച്ചു പോവേണ്ടതാണ്.